കുറച്ച് ദേഷ്യത്തിലാണ്. മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ജീവിതത്തിന്റെ സ്വപ്നങ്ങളുള്ള ഒരു ചെറുപ്പക്കാരനെ മർദ്ദിച്ച് അവശനാക്കി 3 ദിവസം ഒരു തുള്ളി പച്ചവെള്ളം പോലും കൊടുക്കാതെ ഇഞ്ചിഞ്ചായി കൊന്നു തള്ളിയിട്ട് അതിനെതിരെ ശബ്ദമുയർത്താൻ ഇവിടെ കുറെ പതിവ് നിരൂപകരല്ലാതെ ആരുമില്ല ഇവിടെ. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ കൊലപാതകങ്ങൾ. അതിനൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ തന്നെ ആയുസ്സുണ്ട്. കൊന്നു തള്ളിയിട്ട് അവരുടെ പേരിൽ ഫ്ലക്സ് നാട് നീളെ അടിച്ചു വെച്ച് ന്യായം വാദിച്ച് കണ്ണീരൊഴുക്കിയും കൊലവിളിച്ചും പകതീർത്തും രാഷ്ട്രീയ നേട്ടം നേടാൻ മത്സരിക്കുന്ന പ്രിയപ്പെട്ട രാഷ്ട്രീയക്കാരെ, നിങ്ങളോട് ഞങ്ങൾക്ക് പുച്ഛം മാത്രമാണ്. നേരും നെറിയുമില്ലാത്ത ഈ കൊലപാതക രാഷ്ട്രീയം ക്യാമ്പസുകളിൽ ഭാവിയുടെ നേതാക്കന്മാരെ വാർത്തെടുക്കാൻ എന്ന പേരിൽ ഇന്നും വച്ചു പുലർത്തിക്കൊണ്ട് വരാൻ അനുവദിക്കുന്നത് എന്തിനാണ്? എങ്ങനെയാണ് വാർത്തെടുക്കേണ്ടത്? കൂടെയുള്ളവരെ കൈവിറയ്ക്കാതെ കൊന്നും കൊലവിളിച്ചും മനുഷ്യക്കുരുതിയുടെ അറപ്പ് തീർന്ന് ഇന്നത്തെ കുട്ടി രാഷ്ട്രീയക്കാർ നാളെ ഇവിടെ ഭരണം നടത്തിയാൽ പൊതുജനത്തിന് അവരിൽ നിന്ന് എന്ത് നേട്ടമാണ് പ്രതീക്ഷിക്കാനുള്ളത്? ഇതൊന്നും അവസാനിപ്പിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാവില്ല. കാരണം അവർക്ക് വേണ്ടത് കണ്ണിൽ എണ്ണയൊഴിച്ച് പഠിച്ച് പണ്ഡിതനാകുന്ന യുവതലമുറയല്ല. അതിനനുവദിക്കാതെ അധികാരത്തിന്റെയും പിന്നെ ചെറു നേതൃത്വങ്ങളുടെയും ലഹരി കൊടുത്തു മയക്കി യുവത്വത്തിന്റെ അർമാദങ്ങൾ മുഴുവൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രം അടിയറവ് വെച്ച മണ്ടന്മാരെയാണ്. കണ്ണു തുറന്നു നോക്ക്. പിറന്നു വീണ നാട് ജീവിക്കാൻ കൊള്ളില്ലെന്നും പറഞ്ഞ് പിള്ളേർ ഉള്ളതൊക്കെ പെറുക്കി നാട് വിട്ടു പോവുകയാണ്. അറിയാതെ എങ്ങാനും ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ പുകമഞ്ഞുള്ള ഏതെങ്കിലും കോളേജിൽ പഠിച്ചുപോയെങ്കിൽ തീർന്നു അവന്റെ ജീവിതം. എന്ത് കൊള്ളരുതായ്മകൾ കണ്ടാലും പഞ്ചപുച്ഛമടക്കി നിൽക്കാനുള്ള പരിശീലനമാണ് അവൻ ആ കോളേജുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത്ര നിർദ്ദയമായി 3 ദിവസം ഒരു ചെറുക്കനെ അതെന്ത് കാരണത്തിനുമായിക്കോട്ടെ പരസ്യമായി കൊല്ലാക്കൊല ചെയ്യുന്നത് കണ്ടു നിന്നിട്ട് അതിനെതിരെ കമ എന്നൊരു അക്ഷരം പറയാൻ അവർക്കെന്താ ധൈര്യമില്ലാത്തത്? പേടിച്ചിട്ടാ? അറിയാം. ഇങ്ങനെ പേടിച്ച് സമൂഹത്തിൽ എന്ത് നടന്നാലും അത് എന്നെ ബാധിക്കില്ലെന്നുള്ള മട്ടിൽ മൊബൈൽ ഫോണിലേക്ക് തലതിരിച്ചിരിക്കാനുള്ള പ്രതികരണശേഷി കുപ്പിയിലടച്ച് വലിച്ചെറിഞ്ഞ് നിസ്സംഗതയുടെ കരിമ്പടം മൂടി ജീവിക്കാനുള്ള പരിശീലനമാണോ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ യുവതലമുറയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അധികാരത്തിന്റെ പരമസിംഹാസനങ്ങളിൽ ഇരുന്നു കൊണ്ട് അത് നിലനിർത്താനും തിരിച്ചുപിടിക്കാനും വേണ്ടി തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനഞ്ഞ് ചില സുപ്രധാനമായ പ്രശ്നങ്ങളിൽ നിന്നും പൊതുജനത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ സെൻസേഷണൽ ന്യൂസ് തേടി മാത്രം ഓടുന്ന മാധ്യമ ശ്രദ്ധയിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ വേണ്ടിയാണോ ഇതൊക്കെ നടക്കുന്നതെന്ന് സംശയിച്ചാലും അതിൽ കഴമ്പില്ലേ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ജനത്തിന്റെ ജീവനെടുത്ത് അവന്റെ ചോര കൊണ്ട് അധികാരത്തിന്റെ കസേര കഴുകി ഉറപ്പിച്ച് അതിലിരുന്ന് അർമാദിക്കാൻ മടിയില്ലാത്ത രാഷ്ട്രീയ പൊങ്കവന്മാരുടെ കാലമാണിത്. ഭയക്കണം പ്രിയപ്പെട്ട പൊതുജനമേ, നിരത്തിലിറങ്ങി നടക്കാൻ പോലും. ഭാവിയുടെ ചിന്തയിലിട്ട് മിനുക്കി ജീവിതം കൊരുക്കാൻ തേച്ചു മിനുക്കപ്പെടേണ്ട കലാലയങ്ങളിൽ ഇടിമുറികളും ഇരുട്ട് സെല്ലുകളും ഈ 21ാം നൂറ്റാണ്ടിലും ഉണ്ടെന്നത് ഓരോ സംഭവങ്ങളിലൂടെയും ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തു വരുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതിനുള്ളിൽ കിടന്ന് കുട്ടി നേതാക്കന്മാരുടെ ക്രിമിനൽ ചെയ്തികൾക്കിരയായി ചതഞ്ഞു തീരാതെ രക്ഷപ്പെടുന്നവർ പതിവായി കോളേജിൽ കൊണ്ടുപോകേണ്ട ഒന്നാണ് മൗനത്തിന്റെ മാസ്കുകൾ. അതിങ്ങനെ എന്തൊക്കെ നെറികേട് കണ്ടാലും മുഖത്ത് ചേർത്തണിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം, അല്ലേ? പിന്നെ പഠിപ്പും സർട്ടിഫിക്കറ്റും ഒക്കെ കഴിഞ്ഞ് അരബുദ്ധിയെങ്കിലും ബാക്കിയുള്ളവൻ, ആത്മാഭിമാനത്തിന്റെ തരിയെങ്കിലും മിച്ചമുള്ളവൻ ഉള്ളതൊക്കെ പെറുക്കി വിറ്റും പെറുക്കിയും കടമെടുത്തും വീട് വിറ്റും പണയം വെച്ചും നാട് വിട്ടോടുകയാണ്. എവിടെ പോയി തെരുവിൽ അടിമപ്പണി ചെയ്താലും ഇങ്ങനെ ഒരു അഭിമാനം അടിയറവ് വെച്ച് 5 വർഷത്തിലൊരിക്കൽ വലതു കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് ഒരു നീലബട്ടണിൽ കുത്താൻ മാത്രം കിട്ടുന്ന ഒരു ചാൻസിനായി കാത്തിരിക്കേണ്ടി വരുന്ന സാധാരണക്കാരന്റെ ഗതികേടൊന്ന് ഓർക്കണം. ഒറ്റ ഒരുത്തനും പോയി കാത്തു നിൽക്കേണ്ടതില്ലെന്നാണ് ഞാൻ പറയുന്നത്. പെട്ടികളുമായി ഇലക്ഷൻ ബാലറ്റുമായി അവർ വരട്ടെ നമ്മുടെ വീട്ടിലേക്ക്. അവിടെ വന്ന് എണ്ണിപ്പറഞ്ഞ് കണക്ക് തീർത്ത് വാഗ്ദാനങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നതാവണം വോട്ട്. അല്ലാതെ ചിരിച്ചുകൊണ്ട് നാടകം കളിച്ച് വോട്ട് വാങ്ങി പിന്നെ തിരിഞ്ഞു നോക്കാത്ത ഒറ്റയൊരുത്തനും ചെയ്യരുത് വോട്ട്. വലതനും ഇടതനും നെറുകനും കുറുകനും ഒക്കെ ചികഞ്ഞു നോക്കിയാൽ അവര് ചേർത്ത് വെച്ചതൊക്കെ അവർക്ക് വേണ്ടി മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ പാവപ്പെട്ടവന്റെ കണ്ണിൽ പൊടിയിടാൻ പത്രത്താളുകളിലും ടിവിയിലും മൊബൈലിലും ഒക്കെ പരസ്യത്തിന്റെ പെരുമഴയാണ്. അതും നേതാക്കന്മാരുടെ പരിഹാസച്ചിരിയുടെ തലവെച്ചുകൊണ്ട്. നമ്മുടെ നികുതിപ്പണം പിടിച്ചു വാങ്ങിച്ചിട്ട് അത് വെച്ച് ചെയ്തു കൂട്ടുന്നതിനെ നമ്മുടെ അതേ പണം മുടക്കി അവര് പരസ്യം ചെയ്ത് അവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു. അത് കണ്ടു നിൽക്കേണ്ടി വരുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളെപ്പോലെ ഒരാളാണ്. ഓരോ ദിവസവും തീരുമ്പോൾ പിറ്റേന്ന് മീഡിയ എഴുതേണ്ടത് എന്താണെന്ന്
മുൻകൂട്ടി നിശ്ചയിക്കുന്ന തരത്തിൽ സംഭവങ്ങൾ ആസൂത്രണം ചെയ്യാനും, ഉമ്മറത്ത് തീയിട്ടിട്ട് കേൾക്കണം, ഉമ്മറത്ത് തീയിട്ടിട്ട് ആളുകൾ അങ്ങോട്ട് ഓടിക്കൂടുന്ന തക്കത്തിന് പിന്നാമ്പുറത്ത് കൊള്ള നടത്തുന്ന കാട്ടുതിരുടന്മാരുടെ തന്ത്രങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് വാർത്തകൾ കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇനിയെങ്കിലും ഒന്ന് ആലോചിക്കണം, ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടതെന്ന്. മനുഷ്യനെ കൊല്ലാൻ കൂട്ടുനിൽക്കാത്ത, അല്ലെങ്കിൽ അങ്ങനെ നടന്നാൽ അതിനെതിരെ കണ്ണും പൂട്ടി നടപടിയെടുക്കാൻ ചങ്കുറപ്പുള്ള, ജനങ്ങൾക്കായി നിലകൊള്ളുന്നതെന്ന് ഉറപ്പുള്ള, അധികാരത്തിന്റെ കസേര പോയാലും വേണ്ടില്ല മനുഷ്യത്വത്തിന്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ എന്ന് മത്സരിക്കുന്നുവോ അവർക്കാണ് എൻ്റെ വോട്ട്. അവർക്ക് മാത്രം. ചോരക്കൊതിയന്മാരായ രാഷ്ട്രീയക്കാർക്ക് കൊന്നു രക്ഷിക്കാനും അവരുടെ ചപ്രപഞ്ചത്തിന്റെ ചുവടുറപ്പിക്കാൻ ജീവൻ കൊടുക്കാനും ഇനി ഒരു യുവാവും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ. ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ കിരാതമുഖത്തിന് കറുത്ത തുണിയിട്ട് മൂടി കഴിഞ്ഞ കാലത്തിന്റെ മാലിന്യക്കൂമ്പാരത്തിൽ പുതച്ച് സംശുദ്ധിയുടെ ഒരു രാഷ്ട്രീയ മീമാംസയ്ക്ക് ജന്മം കൊടുക്കാനുള്ള ആർജവത്വമുള്ള ഒരു ധർമ്മബോധമുള്ള പാർട്ടി അധികാരത്തിൽ വരട്ടെ. അവർക്ക് ഈ നാടിനെ രക്ഷിക്കാനാവും, അവർക്ക് മാത്രം. അങ്ങനെ ഒരു പ്രഭാതം ഉണ്ടാകുമെന്ന പ്രതീക്ഷ അസ്ഥാനത്താണെന്ന് എനിക്കറിയാം. എങ്കിലും ആരുടെയും മുമ്പിൽ ഓച്ചാനിക്കാതെ ഓരോ പൗരനും കാണാൻ ലൈസൻസ് ഉള്ള ഒരേ ഒരു ദിവാസ്വപ്നം മാത്രമാണത്. അങ്ങനെ കണ്ട് 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 ഒരിക്കലത് യാഥാർത്ഥ്യമാകുന്നൊരു നല്ല നാളേക്കായി കാത്തിരിക്കുന്നു. നന്ദി.